ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് അന്നദാനം, ഭക്ഷണ വിതരണം, ശീതളപാനീയങ്ങൾ അല്ലെങ്കിൽ കുടിവെള്ളം തുടങ്ങിയവയൊക്കെ വിതരണം ചെയ്യുന്ന സംഘടനകളോ സ്ഥാപനങ്ങളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ മുൻകൂട്ടി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിന്ന് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചിരിക്കണമെന്നുള്ളൊരു അറിയിപ്പ് വന്നിരിക്കുകയാണ്. പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു നിർദ്ദേശം. അതോടൊപ്പം ക്ഷേത്ര പരിസരത്ത് എന്ത് തരത്തിലുള്ള ഭക്ഷണങ്ങളും വിൽപ്പന നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിന്നുള്ള ലൈസൻസ് രജിസ്ട്രേഷന്റെ കോപ്പി സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിച്ചിരിക്കണം. പരിശോധനാ സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരുടെയും മെഡിക്കൽ ഫിറ്റ്നസിന്റെ രേഖകൾ ഹാജരാക്കേണ്ടി വരും. വെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി പ്രൂവ് ചെയ്തുകൊണ്ടുള്ള പരിശോധനാ റിപ്പോർട്ടുകളും കാണിക്കേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉത്സവ മേഖലയിൽ ഭക്ഷ്യവസ്തുക്കൾ വിൽപ്പന നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നൽകുന്ന ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തിരിക്കണം. ഇത് ഫെബ്രുവരി 19 തീയതിയാണ് നടക്കുന്നത്. ഈ കാണുന്ന ഇമെയിൽ വിലാസം വഴി അതിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തും പങ്കെടുക്കാവുന്നതാണ്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ പൊതുജനങ്ങൾക്ക് അറിയിക്കണമെങ്കിൽ ഈ കാണുന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്താം.